പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 4ാമത്തെ അധ്യായമാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇതിൽ 2 തരം ദർപ്പണങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്: കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും. അതിനു മുമ്പ് ഇതിൽ ഒരു സമതല ദർപ്പണത്തിൽ പ്രകാശരശ്മി വന്ന് പതിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിപതനത്തെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, പതനകോണും പ്രതിപതന കോണും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതായത് സമതല ദർപ്പണത്തിൽ ഒരു പ്രകാശം തട്ടുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതായത് പതനകോണം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ലംബം അല്ലെങ്കിൽ നോർമലും പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള കോണാണ് പതനകോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രതിപതന രശ്മിയും റിഫ്ലക്ടർ റേയും നോർമൽ അല്ലെങ്കിൽ ലംബവും തമ്മിലുള്ള കോണളവാണ് പ്രതിപതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എല്ലായ്പ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ അത് ചോദിച്ചേക്കാം. അതുപോലെ മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞു, പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിലേക്ക് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും. അതായത് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതുപോലെ നോർമലും എല്ലാം ഇപ്പോഴും എന്തായിരിക്കും? ഒരേ പ്ലെയിനിലായിരിക്കും. നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ ഒരു ഭാഗമാണ്, പ്രതിപതന നിയമങ്ങളിലുള്ള ഒന്നാണ്. ഇനി 2 തരത്തിലുള്ള പ്രതിപതനങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള റിഫ്ലക്ഷൻ ഉണ്ട്. ഒന്ന് ക്രമപ്രതിപതനം, ക്രമം എന്ന് പറഞ്ഞാൽ റെഗുലർ റിഫ്ലക്ഷൻ. മറ്റൊന്ന് വിസരിത പ്രതിപതനം, അതായത് ഇറഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ ക്രമപ്രതിപതനത്തിൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. സാധാരണ ഒരു പ്ലെയിൻ മിററിൽ അല്ലെങ്കിൽ ഒരു സമതല ദർപ്പണത്തിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിപതനം ക്രമപ്രതിപതനമാണ്, റെഗുലർ റിഫ്ലക്ഷനാണ്. പക്ഷേ ഒരു പൊട്ടിയ കണ്ണാടിയിൽ അല്ലെങ്കിൽ ഒരു പൊട്ടിയ കണ്ണാടിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്ലെയിൻ അല്ലാത്ത ഒരു സർഫസിൽ പ്രകാശം വന്ന് തട്ടുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രതിപതനം എന്താണ്? വിസരിത പ്രതിപതനമാണ് അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷനാണ്. അവിടെ ഒരിക്കലും എന്തല്ല, ഒരു പ്ലെയിനിൽ നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടെ പതനകോണും പ്രതിപതന കോണൊന്നും എന്തായിരിക്കില്ല? തുല്യമായിരിക്കില്ല. പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണം. അപ്പോൾ ഇവിടെ ഇതങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഒരു സമതല ദർപ്പണത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെയായിരിക്കും? അതിൻ്റെ മിഥ്യയായ പ്രതിബിംബമായിരിക്കും. നമ്മൾ രാവിലെ കണ്ണാടി നോക്കാറുണ്ട്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യാപ്രതിബിംബമാണ്, വെർച്വൽ ഇമേജാണ്. അതുപോലെ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുള്ള അകലം തുല്യമായിരിക്കും. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. പ്രതിബിംബത്തിൻ്റെ വലിപ്പവും വസ്തുവിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ആവർത്തന പ്രതിപതനവും പ്രതിബിംബ രൂപീകരണവും, ഇതുമായിട്ട് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ, ധാരാളമല്ല, എല്ലാ പരീക്ഷയ്ക്കും അധിക പരീക്ഷയ്ക്കും ഇതിന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 2 ദർപ്പണങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക കോണളവിൽ വെച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1 മാർക്കിനോ ചിലപ്പോൾ 2 മാർക്കിനോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം പ്രധാനപ്പെട്ടതാണ്. ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന അധ്യാപകർക്ക് ഈ ഒരു ഭാഗം വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ആവർത്തന പ്രതിപതനവും പ്രതിബിംബ രൂപീകരണം എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോകരുത്. അവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണം 360/θ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവാണ്, -1. അപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണ്, 360 അല്ലേ, 360/θ - 1 ഇവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണം കിട്ടുന്നത്. അപ്പോൾ 2 ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 60 ഡിഗ്രി ആയിരുന്നുവെങ്കിൽ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവും? 360/60, അത് 6ആണ്. അതേ -1, 6 - 1 എത്ര? 5 പ്രതിബിംബങ്ങൾ ഉണ്ടാവും അല്ലേ?
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ രണ്ട് പ്രതിബിംബങ്ങൾ സമാന്തരമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവയ്ക്കിടയിലുള്ള കോണളവ് എത്രയായിരിക്കും? പാരലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 360/0 - 1 അതെത്രയത്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാവും. ധാരാളം അല്ലേ? ധാരാളം, അനേകം ഇമേജസ്, അനേകം പ്രതിബിംബങ്ങൾ അവിടെ രൂപപ്പെടും. ഇനി ദർപ്പണങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. വീക്ഷണവിസ്തൃതി. വീക്ഷണവിസ്തൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രതിബിംബം, അതായത് ഒരു ദർപ്പണം അതിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ എന്ത് ചെയ്യുന്നു? പ്രതിഫലിപ്പിക്കുന്നു. ആ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വീക്ഷണവിസ്തൃതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സമതല ദർപ്പണമുണ്ട്. സമതല ദർപ്പണത്തിൻ്റെ കാര്യം നമുക്ക് പറയാം. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. ഇത് മിഥ്യയാണ്, വെർച്വലാണ്, നിവർന്നതാണ്, ഇറക്റ്റഡ് ആണ്. വസ്തുവിൻ്റെ അതേ വലുപ്പമായിരിക്കും. ഇനി കോൺവെക്സ്, നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്ന കോൺവെക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കോൺവെക്സ് ദർപ്പണത്തിൽ നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത് കോൺകേവ് ദർപ്പണത്തെക്കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് കോൺകേവ് ആണ്, മാറിപ്പോയതാണ്. കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം എന്താ പറയുന്നത്? മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ എന്താണ് പോൾ എന്ന് പറഞ്ഞാൽ? ദർപ്പണത്തിൻ്റെ ആ ഒരു മധ്യബിന്ദുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോൾ എന്ന് വിളിക്കുക. സെൻറ്റർ ഓഫ് ദി മിറർ. പോളിനിടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. അപ്പോൾ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇത് ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. അപ്പം ഇത് വളരെ ചെറുതായിരിക്കും, വെർച്വലായിരിക്കും, അതായത് ഇറക്റ്റഡ് ആയിരിക്കും. ഈ കോൺവെക്സ് ദർപ്പണമാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട്, അല്ലേ, പുറകിലുള്ള വാഹനങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിററാണ്, ദർപ്പണമാണ്. അപ്പോൾ കോൺവെക്സ് ദർപ്പണം കഴിഞ്ഞു, സമതല ദർപ്പണം കഴിഞ്ഞു. ഇനി കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണത്തിൽ വസ്തുവിൻ്റെ നമുക്കിത് വരയ്ക്കാനുണ്ട്, റേ ഡയഗ്രാം വരയ്ക്കാനുമുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ, റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദർപ്പണം നിങ്ങൾ വരയ്ക്കുക, ഒരു കോമ്പസ് കൊണ്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേക റേഡിയസ് എടുത്തിട്ട് വരയ്ക്കുക, അല്ലേ? ആ റേഡിയസ് എന്തായിട്ട് മാറും? അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രമായിട്ട് മാറും. ആ സെൻറ്റർ എന്തായിട്ട് മാറും? വക്രതാ കേന്ദ്രമായിട്ട് മാറും. ആ റേഡിയസ് എന്തായിട്ട് മാറും? വക്രത ആരമായിട്ട് മാറും, അല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചറായിട്ട് മാറും. അതിൻ്റെ പകുതിയാണ് ഫോക്കസ്. ഇപ്പോൾ നിങ്ങൾ 10 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു ചാപം വരയ്ക്കുന്നു, ഒരു കർവ് വരയ്ക്കുന്നു. അപ്പോൾ അവിടെ 10 സെൻറ്റിമീറ്ററാണ് എന്ത് വരുന്നത്? സി വരുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചർ 10 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ എഫ് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വസ്തു വരയ്ക്കുക. 2 സെൻറ്റിമീറ്റർ നീളത്തിൽ വസ്തു വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ? 2-3 രേഖകൾ വരയ്ക്കാം, അല്ലേ? എന്തൊക്കെ രേഖകൾ വരയ്ക്കാം നിങ്ങൾക്ക്? ഒന്ന്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പോകുന്ന പ്രകാശരശ്മി. കോൺകേവിലേക്കാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിലൂടെ പോകും. അത് പ്രതിപതനത്തിന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഫോക്കസിലൂടെയാണ് വരുന്നതെങ്കിലോ പ്രതിപതനത്തിന് ശേഷം, റിഫ്ലക്ഷന് ശേഷം ഏതിലൂടെ കടന്നു പോകും? മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പോകും, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഇനി വക്രതാ കേന്ദ്രത്തിലൂടെയാണ് വരുന്നതെങ്കിലോ വക്രതാ കേന്ദ്രത്തിലൂടെ തന്നെ തിരിച്ചു പോകും, അല്ലേ? വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സെൻട്രോ കർവേച്ചറിലൂടെയാണ് വരുന്നതെങ്കിൽ സെൻട്രോ കർവേച്ചറിലൂടെ തന്നെ തിരിച്ചു പോകും. ഇനി പോളിലാണ് വന്ന് വധിക്കുന്നതെങ്കിലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമാകത്തക്ക രീതിയിൽ കടന്നു പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് 2 റേസ് അല്ലെങ്കിൽ 2 രശ്മികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും പ്രതിബിംബത്തിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു കോൺകേവ് ദർപ്പണത്തിൽ വളരെ അകലെയാണ് വസ്തു വെച്ചതെങ്കിൽ എവിടെയായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക? ഫോക്കസിലായിരിക്കും. വളരെ ചെറിയൊരു പ്രതിബിംബമായിരിക്കും, വളരെ ഡിമിനിഷ്ഡ് ആയിരിക്കും, തല കീഴായതായിരിക്കും, ഇല്ലേ? ഇൻവേർട്ടഡ് ആയിരിക്കും. പിന്നെന്താണ്? യഥാർത്ഥമായിരിക്കും. എന്താണ് യഥാർത്ഥം അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയുന്നത്? നമുക്ക് ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന, സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇമേജസിനും നമുക്ക് എന്ത് വിളിക്കാം? യഥാർത്ഥം അല്ലെങ്കിൽ റിയൽ എന്ന് വിളിക്കാം. ഇനി സിക്ക് അപ്പുറമാണെങ്കിൽ നമുക്ക് എവിടെ രൂപപ്പെടാം? നേരത്തെ നമ്മൾ രൂപപ്പെട്ടത് എഫിലായിരുന്നു, അല്ലേ? അപ്പോൾ സിക്ക് അപ്പുറത്ത് വസ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? എഫിനും സിക്കും ഇടയിലായിരിക്കും. അതും ചെറിയ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായതായിരിക്കും.
ഇനി സിയിലാണ് വെച്ചെങ്കിലോ, വളരെ പ്രധാനപ്പെട്ടാണ്, സിയിലാണ് വെച്ചെങ്കിലോ ആ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിയിൽ തന്നെ ആയിരിക്കും, സിയിൽ തന്നെ കിട്ടും. തല കീഴായതായിരിക്കും, വസ്തുവിൻ്റെ അതേ വലിപ്പം, യഥാർത്ഥമായിരിക്കും. അപ്പോൾ അവിടെ ആവർത്തനം എത്രയാണ്? അവിടെ 1 അതായത് വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമാണ്, അവിടെ ആവർത്തനം 1. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ചോദ്യകർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ സിയിൽ വെക്കുന്നത്. അതുപോലെ സിക്കും എഫിനും ഇടയിൽ വെച്ചു. സിക്കും എഫിനും ഇടയിൽ വെച്ചാലോ പ്രതിബിംബം ഉണ്ടാവുന്നത് സിക്ക് അപ്പുറത്തായിരിക്കും, വളരെ വലിയൊരു ഇമേജ് ആയിരിക്കും ഉണ്ടാവുക, വളരെ വലിയൊരു ഇമേജ് ഫോം ചെയ്യും. ഇൻവെർട്ടഡ് ആണ്, തല കീഴായതാണ്, യഥാർത്ഥമാണ്, റിയലാണ്, അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇനി എഫിലാണ് വെച്ചെങ്കിലോ ഫോക്കസിൽ വെച്ചു, അവിടെ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. നമുക്ക് പറയാം അത് ഇൻഫിനിറ്റിയിൽ രൂപപ്പെടുമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ എഫിനും പോളിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എഫിനും പോളിനും ഇടയ്ക്കാണ് വസ്തു വെച്ചത്, അങ്ങനെയാണെങ്കിൽ അവിടെ രൂപപ്പെടുന്ന പ്രതിബിംബം എന്തായിരിക്കും? മിഥ്യാ പ്രതിബിംബമായിരിക്കും. ദർപ്പണത്തിന് തൊട്ട് പുറകിലായിട്ടാണ് ഉണ്ടാവുക, ദർപ്പണത്തിന് തൊട്ട് പുറകിലായിട്ടാണ് ഉണ്ടാവുക, ദർപ്പണത്തിന് തൊട്ട് പുറകിലായിട്ടുണ്ടാവുന്നു. വസ്തുവിൻ്റെ വലിപ്പത്തിനേക്കാളും കുറച്ച് കൂടുതലാണ് ആരുടെ വലിപ്പം? പ്രതിബിംബത്തിൻ്റെ വലിപ്പം, അല്ലേ? നിവർന്ന പ്രതിബിംബമാണ്, അത് മിഥ്യാ പ്രതിബിംബമാണ്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ദർപ്പണം അതുപോലെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഒരു സമതല ദർപ്പണം, സമതല ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായി ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുമായിരിക്കും. അത് നമ്മൾ സാധാരണ മുഖം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ പ്രത്യേകതയാണ്. ഇനി കോൺവെക്സ് ദർപ്പണം, പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. റിയർ വ്യൂ മിററായിട്ട്, വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. റിയർ വ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വാഹനങ്ങൾ കണ്ണാടി ഉണ്ടാവും അല്ലേ, അത് പുറകിലുള്ള വസ്തുക്കളെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇനി കോൺകേവ് ദർപ്പണം, വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സൗര അടുപ്പുകളിലാണ്, സോളാർ അടുപ്പുകളിലൊക്കെ ഉപയോഗിക്കുക. അതായത് ഈ പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺകേവ് ദർപ്പണം ഉപയോഗിക്കും. അപ്പോൾ ആ ഫോക്കസിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കാൻ, അതിലുള്ള വെള്ളം ചൂടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കോൺകേവ് ദർപ്പണം മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായി അകലേക്ക് പ്രതിപദിക്കുന്നു. ഇത് ടോർച്ചിലൊക്കെ ഇങ്ങനെയാണ്. ടോർച്ചിൽ മുഖ്യ ഫോക്കസിൽ ആരെ വയ്ക്കും? ബൾബിനെ വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? സമാന്തരമായിട്ട് ഒരു ബീം പോലെ പോകും. അടുത്ത കോൺകേവ് ദർപ്പണം മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ വലുപ്പത്തിലും നിവർന്നതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇതെന്താണ്? നമ്മൾ വളരെ വലുപ്പത്തിലും നിവർന്നതുമായ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു. കോൺകേവ് ദർപ്പണം വളരെ വലുപ്പത്തിലും നിവർന്നതുമായ പ്രതിബിംബം രൂപപ്പെടുന്നു, അതാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി. അതായത് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, ഓരോ ദർപ്പണം അവയുടെ ആകൃതിയിൽ രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന പോലെ വീക്ഷണ വിസ്തൃതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത് കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ്. കാരണം കുറേ വസ്തുക്കളെ ഒരു ചെറിയൊരു പ്രതലത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്, വളരെ ചെറുതായിട്ട് കാണുന്നു എന്നുള്ളതുകൊണ്ടും പിന്നെ കൂടുതൽ വസ്തുക്കളെ കാണാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടും റിയർ വ്യൂ മിററായിട്ട് കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ദർപ്പണ സമവാക്യവും ഫോക്കസ് ദൂരവുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ധാരാളം പ്രോബ്ലങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലേ? അതായത് യു വി എഫ്, ഈ 3 പോയിന്റുകൾ ശ്രദ്ധിക്കുക. യു എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലം, വസ്തുവും മിററും തമ്മിലുള്ള അകലം. വി എന്ന് പറഞ്ഞാലോ ഇമേജും മിററും തമ്മിലുള്ള അകലം, പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് ദൂരം, അല്ലെങ്കിൽ ഫോക്കസും ദർപ്പണവും തമ്മിലുള്ള അകലം. ഇവിടെ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? 1/f = 1/u + 1/v. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, uv / u + v. f = uv / u + v. അപ്പോൾ ഇതൊക്കെ നമ്മൾ മീറ്ററിലോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ ചെയ്ത് സെൻറ്റിമീറ്ററിലാണ് ആൻസർ കിട്ടുക, പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ.
ഇനി ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി, ചിലർക്കെങ്കിലും ഇതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിനത്ര കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ 2 ആക്സിസ്, എക്സ് ആക്സും വൈ ആക്സും നമ്മൾ വരയ്ക്കാറുണ്ട് അല്ലേ? എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കാറുണ്ട്. ഇതിന് ഈ ഭാഗത്തേക്കുള്ളതൊക്കെ എന്തായിരിക്കും? പോസിറ്റീവായിട്ടുള്ള അളവുകൾ എടുക്കുക. ഇതിന് ഇടത് ഭാഗത്തേക്കുള്ളതൊക്കെ എന്തെടുക്കുക? നെഗറ്റീവായിട്ടുള്ള എടുക്കുക. മുകളിലേക്കുള്ളതൊക്കെ എന്തെടുക്കുക? പോസിറ്റീവായിട്ട് എടുക്കുക. താഴേക്കുള്ളതൊക്കെ എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ വസ്തുവിലേക്കുള്ള അകലം എന്താണ്? ഇവിടെ നെഗറ്റീവാണ്. അതുപോലെ പ്രതിബിംബത്തിലേക്കുള്ള അകലം എന്താണ്? നെഗറ്റീവാണ്. ഇനി ഉയരം എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ഇവിടെ ഉയരം എന്താണ്? താഴെ നെഗറ്റീവാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് തന്ന കാര്യങ്ങൾ അവിടെ എഴുതി വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ച് യു നെഗറ്റീവാണോ പോസിറ്റീവാണോ തീരുമാനിക്കുക, വി നെഗറ്റീവാണോ പോസിറ്റീവാണോ തീരുമാനിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വസ്തുവിലേക്കുള്ള അകലം യു എന്താണ്? നെഗറ്റീവാണ്. അതുപോലെ വി പ്രതിബിംബത്തിലേക്കുള്ള അകലം, ഇമേജസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ ഇത് കാരണം എന്താ? നെഗറ്റീവുള്ള കാരണം അത് ഇടതുവശത്താണ്. ഈ ഗ്രാഫിൻ്റെ ഈ ഭാഗമൊക്കെ നെഗറ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നല്ല രീതിയിൽ ചെയ്യുക. ചിലർക്ക് ഡിവിഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഹരിക്കലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കിട്ടുന്ന വരെ എഴുതുക. 1/u + 1/v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനൊന്ന് ചെറുതാക്കുക. വല്ലാണ്ട് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് ഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം അതുപോലെ തന്നെ ഇട്ട് വയ്ക്കുക. അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ സെൻറ്റിമീറ്റർ എന്നുള്ള അളവ്, ആ യൂണിറ്റും കൂടി അവിടെ എഴുതി വയ്ക്കുക കേട്ടോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും, നെഗറ്റീവും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് എന്താണ്? ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരമാണ്. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള ആ റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, അങ്ങനെയാണ് വരിക. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. m = അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ m - v/u എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു കോണിക്കേവ് ദർപ്പണത്തിൻ്റെ വിവിധ രേഖാചിത്രങ്ങളാണ്, പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അല്ലേ? ഇവിടെ എവിടെയാണ് വസ്തു വെച്ചുള്ളത്? സിക്ക് അപ്പുറത്താണ്. സിക്കും എഫിനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ്? സിയിലാണ് വെച്ചത്. അപ്പോൾ സി തന്നെയാണ് പ്രതിബിംബം രൂപപ്പെട്ടത്. ഇവിടെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? എവിടെയാ? പോളിനും ഫോക്കസിനും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. പോളിനും ഫോക്കസിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ പ്രതിബിംബം ഉണ്ടാവുക? ദർപ്പണത്തിന് തൊട്ട് പുറകിലായിട്ടാണ് ഉണ്ടാവുക. ദർപ്പണത്തിന് തൊട്ട് പുറകിലായിട്ടുണ്ടാവുന്നു. വസ്തുവിൻ്റെ വലിപ്പത്തിനേക്കാളും കുറച്ച് കൂടുതലാണ് ആരുടെ വലിപ്പം? പ്രതിബിംബത്തിൻ്റെ വലിപ്പം അല്ലേ? നിവർന്ന പ്രതിബിംബമാണ്, അത് മിഥ്യാപ്രതിബിംബമാണ്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ എന്താണ്? കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാവുന്ന പ്രതിബിംബ രൂപീകരണമാണ്. നമ്മൾ എവിടെ വസ്തു വെച്ച് കഴിഞ്ഞാലും നമുക്കുണ്ടാവുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആവർത്തനം ഒന്നായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വലുപ്പം പ്രതിബിംബത്തിൻ്റെ വലുപ്പം എന്തായിരിക്കും? തുല്യമായിരിക്കും കേട്ടോ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ 4ാമത്തെ ചാപ്റ്ററിലുള്ളത്. ഇത്തരം കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ധാരാളം പ്രോബ്ലങ്ങൾ ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോബ്ലങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് വ്യക്തമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.